الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يا أيها الناس إني رسول الله إليكم جميعا الذي له ملك السماوات والأرض لا إله إلا هو يحيي ويميت فآمنوا بالله ورسوله النبي الأمي الذي يؤمن بالله وكلماته واتبعوه لعلكم تهتدون ومن قوم موسى أمة يهدون بالحق وبه يعدلون صدق الله العلي العظيم. സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളനുസരിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യും. മുഹമ്മദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഓർത്തുകൊണ്ടിരിക്കുന്ന മാസമാണല്ലോ ഇത്. കഴിഞ്ഞ 2 ഖുതുബകളിൽ ആ പ്രവാചകന്റെ ചില ഭാഗങ്ങൾ, പ്രവാചക ജീവിതത്തിലെ ചില ഭാഗങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഖുതുബയും കൂടി പ്രവാചകന്റെ ജീവിതത്തിലേക്ക് തന്നെ നമ്മുടെ മനസ്സ് തിരിഞ്ഞു വരാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ മറ്റൊരു പ്രവാചകനായിരുന്ന മൂസ അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ ധാരാളം പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്കറിയാമല്ലോ. പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പറയപ്പെട്ടിട്ടുള്ള നാമം മൂസ അലൈഹിസ്സലാമിന്റെ നാമമാണ്. 126 സ്ഥലങ്ങളിലോ മറ്റോ മൂസ അലൈഹിസ്സലാം ആ പേരോടുകൂടി തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നീട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പേരാണ് കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈസാ നബി അലൈഹിസ്സലാമിന്റെ പേരാണ്. 60-ൽ പരം സ്ഥലങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും 25 സ്ഥലങ്ങളിൽ ഈസാ അലൈഹിസ്സലാമിന്റെയും പേര് പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേര് ഖുർആനിൽ 4 സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രവാചകന് മഹത്വമില്ല എന്ന് തോന്നരുത്. പ്രവാചകന്റെ അനുയായികളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം മുൻകഴിഞ്ഞ പ്രവാചകന്മാരെ ഉദ്ധരിച്ചുകൊണ്ടായിരിക്കണം എന്നതുകൊണ്ടാണ് ആ പ്രവാചകന്മാരെ കുറിച്ച് കൂടുതൽ പറഞ്ഞത്. മൂസ അലൈഹിസ്സലാമിന്റെ ജനതയും ഈസാ അലൈഹിസ്സലാമിന്റെ ജനതയുമൊക്കെ മുഹമ്മദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ തേഞ്ഞു മാഞ്ഞു പോയിട്ടില്ലാത്ത
കുറേ നിയമങ്ങളുമായി ജീവിക്കുന്നവരായിരുന്നു. അതിനു മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ കർമ്മ മാതൃകകൾ സജീവമായി നിലനിന്നിരുന്നില്ല എന്നതുകൊണ്ട്, അതോടൊപ്പം തന്നെ ഖുർആന്റെ അവതരണം നടന്ന ആ പ്രദേശത്ത് ജീവിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് അവർ സുപരിചിതരായിരുന്നില്ല എന്നതുകൊണ്ടും ഖുർആൻ അവരെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു പോയിട്ടില്ല. പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുകയുമില്ല. ഇന്ത്യയിൽ വന്ന് പ്രവർത്തിച്ചു പോയ പ്രവാചകന്മാരെക്കുറിച്ച് പറയുമ്പോൾ അറേബ്യൻ മേഖലയിൽ ജീവിക്കുന്നവർക്ക് അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ചൈനയിലും അതേപോലെ ചില പുരാതന സംസ്കാരങ്ങൾ നിലനിൽക്കുന്ന രാജ്യങ്ങളിലൊക്കെ വന്ന് പ്രവർത്തിച്ചു പോയ പ്രവാചകന്മാർ, അവരെക്കുറിച്ച് ഖുർആൻ പറയുകയാണെങ്കിൽ തികച്ചും അവർക്കറിയാത്ത ചില കാര്യങ്ങൾ പറയുന്നത് പോലെ അവർക്ക് തോന്നും. അറിയാവുന്ന ചില കാര്യങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ടാണല്ലോ അവരുടെ കർമ്മ ജീവിതത്തെ നിയന്ത്രിക്കുകയും നയിക്കുകയും നന്നാക്കുകയും ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് മൂസ അലൈഹി ഇസ്ലാമിന്റെയും ഈസാ അലൈഹി ഇസ്ലാമിന്റെയും അവർ തന്നെ ആചരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ആരാധനാ കർമ്മങ്ങളുടെ ഒക്കെ ആചാര്യനാണെന്ന് അവർ വിശ്വസിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും ഒക്കെ ചരിത്രവും നാമവും ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞു. ഇവിടെ നാം മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന്റെ കൽപ്പനകൾ ഏറ്റുവാങ്ങാൻ വേണ്ടി പർവ്വതത്തിന്റെ മുകളിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ ആ ജനത പശുക്കുട്ടിയെ പൂജിക്കുന്നതാണ് മൂസാ നബി അലൈഹി ഇസ്ലാം കാണുന്നത്. സ്വാഭാവികമായും ഉണ്ടായ അദ്ദേഹത്തിന്റെ വികാരം പലതും ചെയ്യാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. അവസാനം അദ്ദേഹം പശ്ചാത്തപിച്ചു. ഒരു വലിയ പരീക്ഷണ ഘട്ടം തരണം ചെയ്യേണ്ടി വന്നപ്പോൾ അള്ളാഹുവിനോട് കേണപേക്ഷിച്ചു. ഈ സമൂഹത്തിലെ വിഡ്ഢികൾ ചെയ്ത കാര്യങ്ങളുടെ പേരിൽ പഠിച്ചവനെ നീ ഞങ്ങളെ ശിക്ഷിക്കുകയാണോ? ഞങ്ങളതിന് ഉത്തരവാദിയല്ലല്ലോ. അതുകൊണ്ട് ഇത് നിന്റെ ഒരു പരീക്ഷണമാണ്. അതിലൂടെ ഒരുപക്ഷെ കുറെ ആളുകൾക്ക് സന്മാർഗം പ്രാപിക്കാൻ കഴിഞ്ഞേക്കാം, അതല്ലെങ്കിൽ ദുർമാർഗത്തിലായിപ്പോയി എന്നും വരാം. നീയാണല്ലോ ഞങ്ങളുടെ രക്ഷിതാവ്, ഞങ്ങൾക്ക് പുറത്തു തരണമേ. നിന്നെപ്പോലെ പുറത്തു തരുന്ന ആരുമില്ലല്ലോ. ഞങ്ങളും ചിലപ്പോഴൊക്കെ പുറത്തു കൊടുക്കാറുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് പൊറുക്കാൻ കഴിയാത്ത പലതും നിനക്ക് പൊറുക്കാൻ കഴിയുമല്ലോ. അതുകൊണ്ട് നീ ഞങ്ങൾക്ക് പുറത്തു തരണം. പിന്നെയും അദ്ദേഹം അള്ളാഹുവിനോട് പറഞ്ഞു, ഈ ജീവിതത്തിലും വരാനുള്ള ജീവിതത്തിലും പഠിച്ചവനെ ഞങ്ങൾക്ക് നല്ലത് തരണമേ. നിന്റെ മാർഗത്തിലായി നയിക്കപ്പെടുന്നവരാണ് ഞങ്ങൾ, അല്ലെങ്കിൽ നിന്റെ മാർഗത്തിലായി മുമ്പോട്ട് പോകുന്നവരാണ് ഞങ്ങൾ. ഈ പ്രാർത്ഥന അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ചപ്പോൾ അള്ളാഹു അവിടെ നിന്നിങ്ങോട്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിന് നൽകുന്ന മറുപടി. ഞാനീ പറഞ്ഞതൊക്കെ ഖുർആനിന്റെ പരിഭാഷ. ഓതാതിരിക്കുന്നത് സമയം പോകാതിരിക്കാൻ. എന്റെ ശിക്ഷ ആരെയാണോ പിടികൂടേണ്ടത് അവരെ പിടികൂടുക തന്നെ ചെയ്യും. എന്ന് പറഞ്ഞാൽ ഞാൻ ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചവരെ ഞാൻ ശിക്ഷിക്കും. പക്ഷെ അന്യായമായി ശിക്ഷിക്കുകയില്ല. അവൻ ശിക്ഷക്കർഹനാണ് എന്ന് അവനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേ ശിക്ഷിക്കൂ. തെറ്റായ കാര്യങ്ങൾ ആര് ചെയ്താലും ആ തെറ്റിന്റെ പേരിൽ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ ആ തെറ്റിന് ഞാൻ അർഹനാണ് എന്ന് അവനെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടേ ഞാൻ ശിക്ഷിക്കാറുള്ളൂ. അങ്ങനെ ചെയ്യും ഞാൻ. പക്ഷേ ശിക്ഷിക്കുക എന്നതല്ല, എല്ലാറ്റിനെയും വ്യാപിച്ചു നിൽക്കുന്നത് എന്റെ കാരുണ്യമാണ്. റഹ്മത്തി വസിഅത്ത് കുല്ല ശൈ. കാരുണ്യമാണ് ഇങ്ങനെ എല്ലാറ്റിനെയും ആവരണം ചെയ്ത് നിൽക്കുന്നത്. പക്ഷെ ആ കാരുണ്യം ഞാൻ ആർക്കാണ് രേഖപ്പെടുത്തുക എന്നറിയോ? മൂസാ അലൈഹി ഇസ്ലാമിനെ ബോധ്യപ്പെടുത്തുകയാണ്. അതിലൂടെ മനുഷ്യ സമൂഹത്തെ ഒന്നിച്ച് ബോധ്യപ്പെടുത്തുകയാണ് അല്ലാഹു. ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂൻ. അത് ഞാൻ ആർക്കാണ് നിശ്ചയിച്ചിട്ടുള്ളതെന്നറിയാമോ?
താഴെ പറയുന്ന ചില സവിശേഷമായ ഗുണങ്ങൾ ആർജിക്കുവാൻ കഴിയുന്നത് ആരാണോ അവർക്കാണ് ഞാൻ അതിൽ നിശ്ചയിച്ചു വെച്ചിട്ടുള്ളത്. ഈ കാണുന്ന വിശാലമായ പ്രപഞ്ചത്തെ ചൂഴ്ന്നു നിൽക്കുന്ന എന്റെ കാരുണ്യം, ആ കാരുണ്യം അത് ഞാൻ നിശ്ചയിച്ചു വെച്ചിട്ടുള്ളത് ഇനി പറയാൻ പോകുന്ന നല്ല ഗുണങ്ങൾ ആർജിച്ചവരാരാണോ അവർക്കാണ്. ഒന്നാമതായി പറയുന്നത് അല്ലദീന യത്തഖൂൻ ലില്ലദീന യത്തഖൂൻ, നിയമം പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ സന്നദ്ധരായ ആളുകൾക്ക്. ഒരു നിയമം നിലവിലുണ്ടെങ്കിൽ ആ നിയമം ലംഘിക്കാതെ ആ നിയമം പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ ആരാണോ അവർക്കാണ് നിയമത്തിന് വിധേയരായി ജീവിക്കുക. നിയമത്തിന് വിധേയരായി ജീവിക്കുക എന്നത് മനുഷ്യന്റെ ഒരു നല്ല ഗുണമാണ്. നിയമം ദോഷകരമായി വരുമ്പോൾ ആ നിയമം മാറ്റാൻ വേണ്ടി പണിയെടുക്കും. ആ നിയമം മാറ്റാൻ വേണ്ടി പണിയെടുക്കുന്നതും നിയമത്തിൽ നിന്നുകൊണ്ടായിരിക്കണം, നിയമം ലംഘിച്ചുകൊണ്ടാവരുത്. നിയമം ലംഘിച്ചുകൊണ്ട് മാറ്റത്തിന് വേണ്ടി പണിയെടുക്കുമ്പോൾ ആ നിയമം ലംഘിക്കുന്നത് തന്നെ വേറെ ഒരു ധിക്കാരത്തിന് കാരണമായി മാറും. അത് വിശദീകരിക്കാൻ സമയമില്ല, അത് നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിയമം ലംഘിച്ചുകൊണ്ടാണ് നമ്മൾ നിയമം മാറ്റാൻ ശ്രമിക്കുന്നതെങ്കിൽ, നിലവിലുള്ള ഒരു നിയമം ലംഘിച്ചുകൊണ്ടാണ് നിയമം മാറ്റാൻ ശ്രമിക്കുന്നതെങ്കിൽ അത് കലഹത്തിന്റെയും കലാപത്തിന്റെയും അവസാനം യുദ്ധങ്ങളുടെയും ഏറ്റുമുട്ടലുകളുടെയും വമ്പിച്ച നാശങ്ങളുടെയും അങ്ങേയറ്റത്തെ അതിരുവരെ എത്തിച്ചേരും. ഒന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഉദാഹരണം ഞാൻ പറയേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരാളെയും കൊല്ലാൻ പാടില്ല എന്നത് ഒരു നിയമമാണ്. അന്യായമായി ആരെയും കൊല്ലാൻ പാടില്ല. കൊല്ലുകയാണെങ്കിൽ അത് കൊല്ലാനുള്ള അനുവാദവും അധികാരവും ഒക്കെ പഠിച്ചവനായതുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് കിട്ടും. അതിന് കാരണവും വേണം. അന്യായമായി അള്ളാഹു ആരെയും കൊല്ലാൻ പറയില്ല. അവന് യഥാർത്ഥത്തിൽ അവൻ കൊടുത്ത ജീവൻ അവൻ കൊടുക്കാനും അധികാരമുണ്ട്. ജീവനാരാ കൊടുത്തത്? അത് അള്ളാഹുവാണ്. അതെടുക്കാൻ അവൻ അധികാരം. പക്ഷെ അന്യായമായി അവനത് ചെയ്യാറില്ല, ചെയ്യിക്കാറില്ല. നിയമത്തിന് വിധേയമായി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഏതോ ഒരു കാര്യം നേടിയെടുക്കുവാൻ വേണ്ടി അന്യായമായി ഒരാളെ കൊല്ലുക, അല്ലെങ്കിൽ ഒരുപാട് ആളുകളെ കൊല്ലുക, കുറ്റം ചെയ്തിട്ടില്ലാത്തവരെ കൊല്ലുക, എന്നിട്ട് അതിലൂടെ ഒരു മാറ്റത്തിന് വേണ്ടി പണിയെടുക്കുക, അത് തഖ്വക്ക് വിരുദ്ധമാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ കാരുണ്യം അവൻ നിശ്ചയിച്ചിട്ടുള്ളത് ആർക്കാണ് എന്ന് വിവരിക്കുന്നിടത്ത് ഒന്നാമതായി അള്ളാഹു പറയുന്നത് ലില്ലദീന യത്തഖൂൻ, നിയമം പാലിച്ച് ജീവിക്കുന്നവർക്കാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ അതാണല്ലോ. പക്ഷെ അതാണ് തഖ്വയുടെ അർത്ഥം തന്നെ നമുക്കറിഞ്ഞൂടാ. അന്ന് നമ്മൾ ആദ്യം പറയല് തഖ്വ എന്ന് പറയുന്നതോടുകൂടി ഭക്തി എന്നാണല്ലോ. ഭക്തി എന്ന വാക്ക് എന്ന അർത്ഥം ആ വാക്കിന് ഇല്ല. അറബി ഭാഷ പരിശോധിച്ചു നോക്കും. എന്തോ ചെയ്യാ, പക്ഷെ അങ്ങനെയാണ് പരിഭാഷപ്പെടുത്തുക. സഹിക്കല്ലാതെ സങ്കടപ്പെടുകയല്ലാതെ മാർഗമില്ല എന്നതിന്റെ മുമ്പ് ഞാൻ ഏതൊരു ഖുത്ബയിൽ പറഞ്ഞിട്ടുണ്ട്. പരിഭാഷകൾ തെറ്റുമ്പോൾ നമ്മൾ സഹിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യാനേ പറ്റും. തഖ്വക്ക് ഒറ്റ വാക്കിൽ ഒരു അർത്ഥം പറയാൻ കഴിയാത്തതുകൊണ്ട് മുൻഗാമികൾ പറഞ്ഞതും നിർവചനവുമൊക്കെ ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹി, അള്ളാഹുവിന്റെ കൽപ്പനകൾ നടപ്പിലാക്കുക, അത് അംഗീകരിച്ച് ജീവിക്കുക, അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കുക. അതാണ് നിയമം പാലിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. പടച്ചവൻ ഏകിയതെടുക്കുകയും വിലങ്ങിയത് ഒഴിവാക്കുകയും ചെയ്യുക എന്നാണ് പഴയകാല സൂഫി പണ്ഡിതന്മാർ അതിനെ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തുന്നത്. പഴയകാല സൂഫി പണ്ഡിതന്മാർ, അതായത് പഴയകാലത്തെ ഉസ്താദന്മാർ, അവര് ജീവിതം കൊണ്ട് മാതൃക കാണിച്ചവരായിരുന്നല്ലോ. ഒരു ഗുരുനാഥന്റെ ഏറ്റവും വലിയ ഗുണവും അതാണ്. ജീവിതം കൊണ്ട് മാതൃക കാണിക്കുന്ന ഗുരുനാഥനെ മാത്രമേ ശിഷ്യന്മാര് മനസ്സാംഗീകരിക്കുകയുള്ളൂ. ആ മഹാന്മാരായ ഗുരുനാഥന്മാർ പറഞ്ഞത് പടച്ചതമ്പുരാൻ ഏകിയത് എന്ന് പറഞ്ഞാൽ കൽപ്പിച്ചത് എടുക്കുകയും വിലങ്ങിയത്, അതായത് നിരോധിച്ചത് ഒഴിവാക്കുകയും ചെയ്യുക, അതാണ് തഖ്വക്ക് അന്ന് ഞങ്ങൾക്കൊക്കെ പറഞ്ഞു തന്ന, എന്റെ ചെറുപ്പത്തിൽ എനിക്ക് പഠിപ്പിച്ചു എന്ന അർത്ഥം അതാണ്. അപ്പോൾ ലില്ലദീന യത്തഖൂന, നിയമം പാലിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ വിശാലമായ കാരുണ്യം കിട്ടും. വിശദീകരിക്കണോ?
നിയമാനുസൃതമായാണ് ലോകത്ത് മനുഷ്യർ ജീവിക്കുന്നതെങ്കിൽ കാരുണ്യമല്ലാതെ ക്രൂരത ഉണ്ടാകുമോ ലോകത്ത്? നിയമത്തിന് വിധേയരായി മനുഷ്യർ ജീവിക്കുമെങ്കിൽ ക്രൂരതയുണ്ടാകുമോ? കാരുണ്യം മാത്രമല്ലേ ഉണ്ടാവുകയുള്ളൂ. വറഹ്മത്തി വസിഅത്ത് കുല്ല ശൈ, എന്റെ കാരുണ്യം എല്ലാറ്റിനെയും വ്യാപിച്ച് എല്ലാറ്റിനെയും ചൂഴ്ന്നു നിൽക്കുന്നു. മനസ്സിലാകുമല്ലോ, വേഗം ബോധ്യമാകുമല്ലോ. നിയമാനുസൃതമായി ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ, നിയമത്തിന് വിധേയരായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമത്തിൽ ക്രൂരതയുണ്ടാകുമോ? നിയമത്തിന് വിധേയരായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു പട്ടണത്തിൽ തല്ലുംപിടി ഉണ്ടാവുമോ? നിയമത്തിന് വിധേയരായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർ ഒരു സ്റ്റേറ്റിൽ, ആ സ്റ്റേറ്റിൽ മർദ്ദനങ്ങളും പീഡനങ്ങളും അക്രമങ്ങളും ഉണ്ടാകുമോ? അതാണ് വറഹ്മത്തി വസിഅത്ത് കുല്ല ശൈ ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂൻ. സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുന്നവർക്ക്, അതേ നിയമം പാലിച്ച് ജീവിക്കുന്നവർക്ക് നാം അത് നിശ്ചയിച്ചിട്ടുള്ളതാണ്. രണ്ടാമത്തെ സവിശേഷത വയൂത്തൂന സക്കാത്ത്, സക്കാത്ത് കൊടുക്കുന്നവരാണ്. സക്കാത്തിന് രണ്ടർത്ഥമുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് മുമ്പ്. നിർബന്ധമായി നിശ്ചിത വിഹിതം മാറ്റിവെക്കുന്നതിന് സക്കാത്ത് എന്ന് പറയാറുണ്ട്. അതിന് ഖുർആനും സുന്നത്തും ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് സദക്ക എന്നാണ്. എന്നാലും അത് പറയുന്നു സക്കാത്ത്, അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. അതിന്റെ പേരിൽ ഒരു ചർച്ച നടക്കാതിരിക്കട്ടെ, പിന്നെ അതിന്റെ പേരിൽ ഇനിയും ഒരു ഭിന്നത നടക്കാതിരിക്കട്ടെ എന്നതുകൊണ്ടാണ് അത് ഞാൻ അങ്ങനെ തീർത്ത് പറയാത്തത്. സൂക്ഷ്മതയോടുകൂടി ജീവിക്കുക എന്നതിന്റെ ശേഷം സക്കാത്ത് കൊടുക്കുന്നവരാണവർ. അതെ, ഒരാളുടെ കൈവശം തന്റെ ആവശ്യം കഴിച്ച് മിച്ചമുള്ളത് ആവശ്യക്കാരൻ മുമ്പിൽ വരുമ്പോൾ വിട്ടുകൊടുക്കാനുള്ള മനസ്സ് ഒരു മുഅ്മിൻ ഉണ്ടായിത്തീരണം. രണ്ടാമത്തെ പടച്ചതമ്പുരാൻ പറഞ്ഞ വിശേഷണം ഒന്നാലോചിച്ച് നോക്കും. കാരുണ്യം നഷ്ടപ്പെടാനുള്ള രണ്ടാമത്തെ കാരണം, ആവശ്യക്കാരുണ്ട്, ആവശ്യം കഴിച്ച് മിച്ചമുള്ളവരുമുണ്ട്. ആ മിച്ചമുള്ളവർ അവരുടെ മിച്ചത്തിൽ നിന്ന് ആവശ്യക്കാർക്ക് വിട്ടുകൊടുക്കാത്ത സങ്കുചിത മനസ്സിന്റെ ഉടമകളായി മാറുമ്പോൾ അവിടെ സംഘർഷമുണ്ടാകും, ഏറ്റുമുട്ടലുകളുണ്ടാകും, പിടിച്ചുപറിയുണ്ടാകും, തല്ലുണ്ടാകും, അടിപിടി ഉണ്ടാകും, കലഹമുണ്ടാകും, യുദ്ധമുണ്ടാകും. സക്കാത്ത് കൊടുക്കുന്നവരായി മാറിയാലോ, എന്റെ കയ്യിൽ ഇപ്പോഴുണ്ട്, ആവശ്യം കഴിച്ച് മിച്ചമാണിത്, ആ മിച്ചമുള്ളത് വന്നു ചോദിക്കുന്ന ഒരാവശ്യക്കാരൻ അവന് വിട്ടുകൊടുക്കാനുള്ള മനസ്സ്, അതൊരു മുഅ്മിനിനുണ്ടാകേണ്ട മനസ്സാണ്. ആ മനസ്സ് ഉള്ള ഒരു സമൂഹം, ആ മനസ്സുള്ള ഒരു കുടുംബം, ആ മനസ്സുള്ള ഒരു ഗ്രാമം, നിയമാനുസൃതമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമത്തിലെ ആളുകളുടെ മനസ്സിതാണ്. ആവശ്യം കഴിച്ച് മിച്ചമുള്ളവർ ആ നാട്ടിൽ തന്നെ ജീവിക്കുന്ന ആവശ്യക്കാർക്ക് വിട്ടുകൊടുക്കുക. വിട്ടുകൊടുക്കുന്നത് വെറുതെ കൊടുക്കണമെന്നല്ല, അവർക്ക് ഉപയോഗപ്പെടുന്ന വിധത്തിൽ, എന്നാൽ ഇത് വിട്ടുകൊടുക്കുന്ന ആൾക്കും ഉപയോഗപ്പെടുന്ന വിധത്തിൽ, തൊഴിൽ ചെയ്തുകൊണ്ടോ അധ്വാനിച്ചുകൊണ്ടോ, മൂലധനമില്ലാത്തവർ മൂലധനമുള്ളവരുടെ അവര് മുടക്കിയ സമ്പത്തിൽ, അവർ മുടക്കിയ മേഖലയിൽ അധ്വാനിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നു. വെറുതെയും വിട്ടുകൊടുക്കുന്നു. ചോദിക്കുന്നു അവർ നിന്നോട് എന്താണ് ചെലവാക്കേണ്ടത്, പറഞ്ഞു കൊടുക്കൂ അവർക്ക്. കുലില്ലഫ്വ, ആവശ്യം കഴിച്ച് മിച്ചമുള്ളത് ചെലവാക്കാനുള്ളതാണ്. ചെലവാക്കണം. ചെലവാക്കുന്നത് കച്ചവടത്തിന് ചെലവാക്കാം, കൃഷിക്ക് ചെലവാക്കാം, പ്രത്യുൽപാദന മേഖലകളിൽ ചെലവാക്കാം, തനിക്കും കൂടി നേട്ടമുണ്ടാകുന്ന മേഖലകളിൽ ചെലവാക്കാം. പക്ഷേ അത് ചെലവഴിച്ച് തനിക്ക് നേട്ടമുണ്ടാകണമെങ്കിൽ അനേകം ആളുകളുടെ അധ്വാനം അതിനു വേണ്ടി വരും. ആ അധ്വാനിക്കുന്ന ആളുകൾക്കൊക്കെ വരുമാനമുണ്ടാകും, അവരുടെ ചെലവും നടക്കും. യസ്അലൂനക മാദാ യുൻഫിഖൂൻ ഖുലിൽ അഫ്വ, ചെലവഴിക്കേണ്ടത് എന്ത് എന്നവർ ചോദിക്കുന്നു. മിച്ചമുള്ളത് ചെലവഴിക്കേണ്ടതാണ്, വെറുതെ വെക്കാനുള്ളതല്ല. ഈതാഉ സക്കാത്ത്, ഈ മനസ്സ് ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ, ഒരു കുടുംബത്തിൽ, ഒരു ഗ്രാമത്തിൽ, ഒരു പട്ടണത്തിൽ, ഒരു സ്റ്റേറ്റിൽ
ആ സ്റ്റേറ്റിൽ കലഹമുണ്ടാകുമോ? ആ മേഖലയിൽ കലഹമുണ്ടാകും. വറഹ്മത്തി വസിഅത്ത് കുല്ല ഷൈ, എന്റെ കാരുണ്യമാണ് എല്ലാറ്റിനെയും ചൂഴ്ന്നു നിൽക്കുന്നത്. വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ, മൂന്നാമത്തെ സവിശേഷ ഗുണം എന്റെ റഹ്മത്ത് കിട്ടാൻ ഞാൻ നൽകിയിട്ടുള്ള നിയമസംഹിത അതിൽ ദൃഢമായി വിശ്വസിക്കുക. വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ, നമ്മുടെ ആയാത്തുകളിൽ വിശ്വസിക്കുന്നവരായിരിക്കണം അവർ. പടച്ചവൻ കൊടുത്ത നിയമം പഠിച്ചു മനസ്സിലാക്കി അതിൽ വിശ്വാസം ഉറപ്പിച്ച് ആ നിയമത്തിന് വിധേയരായി ജീവിക്കണം. നാലാമത്തെ സവിശേഷത, അല്ലദീന യത്തബിഊന റസൂല നബിയ്യൽ ഉമ്മി, ദൂതനെ അവർ പിൻപറ്റും. ദൂതനിൽ വിശ്വസിക്കുമെന്നല്ല, വിശ്വസിക്കണം, ആ ദൂതനെ പിൻപറ്റണം. പടച്ചവൻ അയച്ച ദൂതനാണ്. ആ ദൂതൻ നബിയാണ്, പ്രവാചകനാണ്. ആ ദൂതൻ ഉമ്മിയാണ്. പാഠശാലകളിൽ പോയി പഠിച്ച് അക്ഷരാഭ്യാസം നേടിയിട്ടുള്ള ആളല്ല, ഉമ്മിയാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നേർക്കുനേരെ പഠിച്ചവന്റെ വഴിയിലൂടെയാണ്. എന്താണ് കിതാബ് എന്നറിഞ്ഞുകൂടായിരുന്നല്ലോ അദ്ദേഹത്തിന്. എന്താണ് ഈമാൻ എന്നറിഞ്ഞുകൂടായിരുന്നു. കൈകൊണ്ട് എഴുതാറുണ്ടായിരുന്നില്ല, ആരെങ്കിലും എഴുതിയത് വായിക്കാറുണ്ടായിരുന്നില്ല. വമാ കുന്ത തദ്രി മൽ കിതാബ് വലൽ ഈമാൻ, എന്താണ് കിതാബ് എന്നറിഞ്ഞുകൂടായിരുന്നല്ലോ താങ്കൾക്ക്. എന്താണ് ഈമാൻ എന്നറിഞ്ഞുകൂടായിരുന്നല്ലോ താങ്കൾക്ക്. അള്ളാഹു തന്നെ നേരിട്ട് ചോദിക്കുകയാണ്. താങ്കൾ വായിക്കാറുണ്ടായിരുന്നല്ലോ, താങ്കളുടെ കൈകൊണ്ട് എഴുതാറുണ്ടായിരുന്നില്ലല്ലോ. ഇതൊക്കെ ഖുർആൻ പറഞ്ഞത്. പാഠശാലകളിൽ പോയി അക്ഷരങ്ങൾ പഠിച്ചുകൊണ്ട് വിദ്യാഭ്യാസം നേടിയ ആളല്ലല്ലോ, അല്ല, ഉമ്മിയാണ്. ആ ഉമ്മിയായ അദ്ദേഹം പ്രവാചകനാണ്, പ്രവചിക്കുന്നു ഭാവി കാര്യങ്ങൾ. പഠിച്ചവനിൽ നിന്ന് കിട്ടിയ അറിവ് കൊണ്ടാണ്. ആ അറിവ് നേടിക്കൊണ്ട് ആ പ്രവാചകൻ ദൂതനായി, ഒരു സന്ദേശത്തിന്റെ വാഹകനായി. ആ സന്ദേശത്തിന്റെ വാഹകൻ കർമ്മജീവിതത്തിലൂടെ മാതൃക കാണിച്ചു. ജീവിതം കൊണ്ട് അദ്ദേഹം നൽകുന്ന സന്ദേശത്തിന് ജീവിതം കൊണ്ട് മാതൃക കാണിച്ചു. ആ മാതൃക കാണിച്ച ദൂതനെ പിൻപറ്റു. ഇത്തിബാ, പിൻപറ്റുക. അതാണ് നാലാമതായി പറഞ്ഞ ഗുണം, അള്ളാഹുവിന്റെ കാരുണ്യം. പ്രപഞ്ചത്തെ ചൂഴ്ന്നു നിൽക്കുന്ന കാരുണ്യം നേടാൻ യോഗ്യനാക്കി തീർക്കുന്ന നാലാമത്തെ ഗുണം ആ ദൂതനെ പിൻപറ്റുക എന്നതാണ്. ആ ദൂതൻ അപരിചിതനല്ല നിങ്ങൾക്ക്. മൂസ അലൈഹി ഇസ്ലാമിനോട് പറയണം അല്ലാഹു, ആ ദൂതൻ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആളല്ല. ആ ദൂതൻ അല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ, അവരുടെ കൈവശമുള്ള തൗറാത്തിലും ഇൻജീലിലും രേഖപ്പെട്ട് കിടക്കുന്നു ആ പ്രവാചകൻ, ആ ദൂതൻ. ആ പ്രവാചകൻ, ആ ദൂതൻ എഴുതപ്പെട്ട പ്രവാചകനാണ്. ഏതില്? മക്തൂബൻ, എഴുതപ്പെട്ടിരിക്കുന്നു തൗറാത്തിൽ, ഇൻജീലില്. സാധാരണ പറയുന്ന ബൈബിൾ, അതെനിക്കറിഞ്ഞുകൂടാ. ബൈബിൾ ഇൻജീലാണെന്ന് എനിക്ക് വിശ്വാസമില്ല, തൗറാത്താണെന്ന് വിശ്വാസമില്ല. അതാരോ എഴുതിയതാണ്. അതിന്റെ രചയിതാക്കളുടെ പേരും അതോടൊപ്പമുണ്ട്. മത്തായിയുടെയും പുത്രൂസിന്റെയും ബർണബാസിന്റെയും അതേപോലെ ആളുകളുടെയൊക്കെ തൗറാത്ത്, അവരുടെ ആളുകളുടെയൊക്കെ ബൈബിൾ. അത് തൗറാത്തല്ല, അത് ഇഞ്ചീലല്ല. തൗറാത്തിലും ഇഞ്ചീലിലും ആ പ്രവാചകൻ രേഖപ്പെട്ട് കിടക്കുന്നു, ആ ദൂതൻ രേഖപ്പെട്ട് കിടക്കുന്നു. വേണമെങ്കിൽ ഇങ്ങനെ മനസ്സിലായിക്കോളൂ, ഖുർആൻ പറയുകയാണ്. എന്താണ് ആ പ്രവാചകൻ ചെയ്യുന്നത് എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ കൈവശമുള്ള തൗറാത്തിലും ഇഞ്ചീലിലും അത് എഴുതപ്പെട്ടിരിക്കുന്നു. എന്താണ് അദ്ദേഹം ചെയ്യുന്നത്? യഅ്മുറുഹും ബിൽ മഅറൂഫ്. ഒരു സാധാരണ മനുഷ്യൻ, ആ മനുഷ്യന്റെ ശുദ്ധമായ സ്വച്ഛമായ പ്രകൃതി, ആ പ്രകൃതി കിണങ്ങിച്ചേരാൻ പറ്റുന്നതൊക്കെ അദ്ദേഹം കൽപ്പിക്കുന്നു. ചിറ്റയായി പോയിട്ടില്ലാത്ത, മറ്റുള്ളവരുടെ കൈകടത്തലുകളാൽ ചിറ്റയായി പോയിട്ടില്ലാത്ത ശുദ്ധമായ പ്രകൃതിയുള്ള ഒരു മനുഷ്യന്റെ ശുദ്ധമായ പ്രകൃതി,
ആ പ്രകൃതിക്ക് ഇണങ്ങിച്ചേരാൻ പറ്റുന്ന, പരിചയപ്പെടാൻ പറ്റുന്ന, ആ പ്രകൃതിക്ക് യോജിക്കുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം കൽപ്പിക്കുന്നു. മഅറൂഫ്. അതേപോലെ അദ്ദേഹം നിരോധിക്കുന്നു, തടയുന്നു. അൽ മുൻകർ. ശുദ്ധമായ പ്രകൃതി അറപ്പോടെ വെറുപ്പോടെ കാണുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം നിരോധിക്കുന്നു, അരുത് എന്ന് പറയുന്നു. ഒരു ശുദ്ധ പ്രകൃതിക്ക് ഇണങ്ങിച്ചേരാൻ പറ്റുന്ന എല്ലാം അദ്ദേഹം കൽപ്പിക്കുന്നു. ശുദ്ധ പ്രകൃതി വെറുപ്പോടെ കാണുന്നതൊക്കെ അദ്ദേഹം തടയുന്നു. മുൻകർ, മഅറൂഫും മുൻകർ, ഇതിന്റെ വിശദീകരണം അതാണ്, നിർവചനം അതാണ്. വയുഹില്ലു ലഹുമുത് തയ്യിബാത്ത്. നല്ലതായി എന്തെല്ലാം ഉണ്ടോ അതൊക്കെ അദ്ദേഹം അനുവദിച്ചു കൊടുക്കുന്നു അവർക്ക്. യസ്അലൂനക മാദാ ഉഹില്ല ലക്കും. അവർ ചോദിക്കുന്നു നിന്നോട്, യസ്അലൂനക മാദാ ഉഹില്ല ലഹും, അവർക്ക് എന്താണ് അനുവദിച്ചു കൊടുത്തിട്ടുള്ളത്? ഖുൽ, വിവരിച്ചു കൊടുക്കൂ താങ്കൾ. ഉഹില്ല ലഹുമുത് തയ്യിബാത്ത്, നല്ലതൊക്കെ അവർക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്നു. വയുഹില്ലു ലഹുമുത് തയ്യിബാത്ത്, നല്ലതൊക്കെ അദ്ദേഹം അനുവദിച്ചു കൊടുക്കുന്നു. എന്ന് അതോടൊപ്പം തന്നെ വയുഹരിമു അലൈഹിമുൽ ഖബായിസ്, ചീത്തയായതും വൃത്തികെട്ടതുമൊക്കെ അദ്ദേഹം നിരോധിച്ചിരിക്കുന്നു. വൃത്തികെട്ടതൊക്കെ ഖബായിസ്, ഖബീസായത്. നമ്മൾ മലമൂത്ര വിസർജനത്തിന് വേണ്ടി അതിന് സജ്ജീകരിച്ച സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ, ഖബായിസിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ. വൃത്തികെട്ടത്, വൃത്തികേടാണ് അവിടെ. നല്ലപോലെ ശുദ്ധീകരിക്കുന്നില്ലെങ്കിൽ വൃത്തികേടായിരിക്കും. അങ്ങനെയല്ലേ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. ആഞ്ചയിത്താനും പഞ്ചയിത്താനും എന്നൊക്കെ നമ്മൾ അർത്ഥം പറയാറുണ്ട്, അതെനിക്കറിഞ്ഞൂടാ. അങ്ങനെ പറയുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഖബായിസ് എന്ന് പറഞ്ഞാൽ വൃത്തികെട്ടത്. വൃത്തികെട്ടതൊക്കെ അദ്ദേഹം തടയുന്നു, അരുത് എന്ന് പറയുന്നു, ചെയ്യരുത്. ഇനിയോ വയുഹരിമു അലൈഹിമുൽ ഖബായിസ് വയളഉ അൻഹും ഇസ്റഹും, അവരിപ്പോൾ പേറിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഭാരവും അദ്ദേഹം ഇറക്കി വെക്കുന്നു. അനാവശ്യമായ ഭാരം, ആവശ്യമില്ലാത്ത ഭാരങ്ങൾ, കുടുക്കുകൾ, ബാണ്ണങ്ങൾ, അത് അദ്ദേഹം ഇറക്കി വെക്കുന്നു. അതൊന്നുമില്ല, അതൊക്കെ നിങ്ങൾ കെട്ടിയുണ്ടാക്കിയതാണ്. നിങ്ങളുടെ തലയിൽ നിങ്ങൾ ഭാരം കെട്ടിവെച്ചതാണ്. അദ്ദേഹം അതിറക്കി വെക്കുന്നു. അങ്ങനെയൊന്നുമില്ല. വളരെ ലളിതമാണ് ഇസ്ലാം, വളരെ ലളിതമാണ്, വളരെ എളുപ്പമാണ്. സാധാരണക്കാരനായ ഒരു മനുഷ്യന് പ്രയാസമില്ലാതെ ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു വഴിയാണ് ഇസ്ലാം. ഈ കെട്ടിവെച്ച മുഴുവൻ ഭാരങ്ങളും, അല്ലയോ പുരോഹിതന്മാരെ, പാതിരിമാരെ, നിങ്ങൾ കൃത്രിമമായി ഉണ്ടാക്കിയ ഭാരമാണ്. ആ ഭാരം അദ്ദേഹം ഇറക്കി വെക്കുന്നു. വല്ലഗ്ലാലല്ലത്തി കാനത്ത് അലൈഹിം, നിയമത്തിന്റെ കുടുക്ക് ചങ്ങലകളിൽ നിന്ന് അദ്ദേഹം നിങ്ങളെ മോചിപ്പിക്കുന്നു. ഒരു പ്രവാചകനെ അയച്ചുകൊണ്ട് അള്ളാഹു വിവരിച്ചു തരികയാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പടച്ചമ്പുരാൻ പറഞ്ഞതാണ്. അതാണ് മുഹമ്മദ്, അതാണ് അന്ത്യപ്രവാചകൻ, അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പിന്നെ പറയുന്നത്, ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസ്സറൂഹു, ആ പ്രവാചകനിൽ വിശ്വസിക്കുകയും ആ ദൂതനിൽ വിശ്വസിക്കുകയും അദ്ദേഹത്തിന്റെ കർമ്മമേഖലകളിൽ പിന്തുണ നൽകുകയും അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്തതാരായാലും. അവിടെയും നിർത്താതെ പറയുന്നു വീണ്ടും, വത്തബഉ നൂറല്ലദീ ഉൻസില മഅഹു, അദ്ദേഹത്തിന് അവതീർണമായിട്ടുള്ള ആ ചൈതന്യം, വെളിച്ചം, അത് പിൻപറ്റുകയും ചെയ്യുന്നതാരായാലും. അത് വിശ്വസിക്കുന്നവരാരായാലും എന്നല്ല, അത് മതം ചെയ്യുന്നതാരായാലും എന്നുമല്ല. അദ്ദേഹത്തിന്റെ കൂടെ പടച്ചതമ്പുരാൻ അയച്ചു കൊടുത്തിട്ടുള്ള ഒരു നൂറുണ്ടല്ലോ, വെളിച്ചം. ആ വെളിച്ചം ആരാണ് പിൻപറ്റുന്നത്, അതാരെ പിൻപറ്റിയാലും
ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ വിജയികൾ തന്നെയാണ്, അവർ വിജയിക്കുന്നവർ തന്നെയാണ്. ഉലൈക അവർ, ഹും അവർ, അത് ആവർത്തിക്കുന്നത് തേക്കീതിന് വേണ്ടിയാണ്. അവർ മാത്രമാണ് വിജയികൾ എന്നല്ല, അതല്ല തേക്കീത്. അറബി ഭാഷ അറിയുന്നവർക്കറിയാം, അവർ വിജയികൾ തന്നെയാണ്. അവർ മാത്രമാണ് വിജയികൾ എന്ന് പറഞ്ഞാൽ മറ്റാരും വിജയിക്കൂല എന്നാണ് എൻ്റെ അർത്ഥം. ഇവിടെ അള്ളാഹു ഉറപ്പിച്ചു പറയുന്ന അവർ വിജയികൾ തന്നെയാണ്, അവർ പരാജയപ്പെട്ടിട്ടില്ല. അതാണ് തേക്കീത്. തേക്കീതിന്റെ സ്ഥലം മാറിയിട്ടുണ്ട് നമ്മുടെ പരിഭാഷകളിൽ, അത് നിങ്ങൾ പരിശോധിച്ചു. കൊൽ, ഇത്രയും പറഞ്ഞുകൊണ്ട് പ്രവാചകനിലേക്ക് തിരിയുകയാണ് ഖുർആൻ. മൂസാ നബി അലൈഹി സ്വലാമിനോട് ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ മുഹമ്മദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് തിരിയുകയാണ് ഖുർആൻ. ഖുൽ, പറയൂ, അല്ലെങ്കിൽ പ്രഖ്യാപിക്കൂ. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ജാതിയില്ല, സമുദായമില്ല, ഭാഷയും ദേശവുമില്ല, ഗോത്രമില്ല, മനുഷ്യരായി പിറന്നത് ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ ഒരു വിളംബരം. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമിയ, നിങ്ങൾക്കെല്ലാവർക്കുമായി അള്ളാഹുവിന്റെ ദൂതനായി ഞാനിതാ വന്നിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കുമായി ഒരു വിവേചനവുമില്ലാതെ ഞാനിതാ അള്ളാഹുവിന്റെ ദൂതനായി വന്നിരിക്കുന്നു. അള്ളാഹുവിന്റെ ദൂതൻ, അത് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയാണ്. പിന്നെ ആരുടെ ദൂതൻ? അള്ളാഹുവിന്റെ ദൂതൻ. ആരാണ് അള്ളാഹു? അല്ലദീ ലഹു മുൽക്കു സമാവാതി വൽ അർദ്, ഈ വിശാലമായ പ്രപഞ്ചത്തിന്റെ പരമാധികാരം ആർക്കാണോ, ആർക്കാണ് ആ പരമാധികാരം, അവനെയാണ് ഞാൻ അള്ളാഹ് എന്ന് പറഞ്ഞത്. അവനാണ് അള്ളാഹു. പ്രപഞ്ചത്തിന്റെ പരമാധികാരി ആരാണോ അവനാണ് അള്ളാഹു. ഇക്കാണുന്ന വിശാലമായ, നമുക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടില്ലാത്ത അതിവിശാലമായ പ്രപഞ്ചത്തിന്റെ മുൽക്ക്, ആധിപത്യം ആരുടെ കയ്യിലാണോ അവനെയാണ് അള്ളാഹു എന്ന് പറഞ്ഞത്. ആ അള്ളാഹുവിന്റെ ദൂതനാണ് ഞാൻ. മനുഷ്യരെ പരിചയപ്പെടുത്തുകയാണ് പ്രവാചകൻ. പ്രവാചകനിലൂടെ അള്ളാഹു പ്രപഞ്ചത്തിന്റെ പരമാധികാരി, പ്രപഞ്ചത്തിന്റെ രാജാവ്, പ്രപഞ്ചത്തിന്റെ അധിപതി. ആ അധിപതിയായ അള്ളാഹു മനുഷ്യരെ നിങ്ങളിലേക്ക് എന്നെ ദൂതനായി അയച്ചിരിക്കുന്നു. വിവേചനം ഇവിടെയില്ല. ലാ ഇലാഹ ഇല്ലാ ഹുവ, ആ അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ല കേട്ടോ, ഒരു ദൈവമില്ല കേട്ടോ. നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ കൃത്രിമ ദൈവങ്ങളാണ്, അതൊന്നും അല്ലാഹുവല്ല. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ഒരു ഇലാഹില്ല. ഏകൻ, പ്രപഞ്ചത്തിന്റെ അധിപതി, പ്രപഞ്ചത്തിന്റെ മാലിക്, പ്രപഞ്ചത്തിന്റെ മലിക്, രാജാവ്. അവന്റെ കയ്യിലാണ് മുൽക്ക്. ആ അധിപതിയാണ് എന്നെ ദൂതനായി അയച്ചിട്ടുള്ളത്. അവനല്ലാതെ ഒരു ഇലാഹില്ല കേട്ടോ. യുഹ്യി വയുമീത്, ജീവൻ നൽകുന്നത് അവനാണ്, ജീവൻ എടുക്കുന്നതും അവനാണ്. അല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ജീവൻ കൊടുക്കുന്നത് അവനാണ്, ജീവൻ എടുക്കുന്നത് അവനാണ്. യുഹ്യി വയുമീത്. ഫാമിനു ബില്ലാഹി, വിശ്വസിക്കൂ നിങ്ങൾ അല്ലാഹുവിൽ. ഫാമിനു ബില്ലാഹി, അപ്പോ അതുകൊണ്ട് ഇതാ വിശ്വസിക്കൂ നിങ്ങൾ അല്ലാഹുവിൽ. എന്തൊരു ശൈലി! ഒരറബിയിൽ കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് രോമാഞ്ചമുണ്ടാകും. അധിപതിയായ പടച്ചവൻ അവനെ പരിചയപ്പെടുത്തിയിട്ട് പറയുകയാണ്, ഫാമിനു ബിഹി, അപ്പോ നിങ്ങൾ അവനിൽ വിശ്വസിക്കൂ. റസൂലിഹി, അവന്റെ ദൂതനിലും വിശ്വസിക്കൂ. ആരാണ് ആ ദൂതൻ? അന്നബിയിൽ ഉമ്മി, ഉമ്മിയായ നബി, പ്രവാചകൻ, വഹിയിലൂടെ പ്രവചിക്കുന്നവൻ. വിദ്യാലയങ്ങളിൽ പോയി അക്ഷരം പഠിച്ചിട്ടില്ല, ഉമ്മിയാണ്. വഹിയിലൂടെ പ്രവചിക്കുകയാണ്. അല്ലതി, എങ്ങനെയുള്ള പ്രവാചകൻ? വീണ്ടും പറയാം,
ആ പ്രവാചകൻ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു. യുമിനു ബില്ലാഹി, ആ പ്രവാചകൻ ഈ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു. അക്ഷരം പഠിച്ചിട്ടില്ലാതെ പ്രവചിച്ചുകൊണ്ടിരിക്കുന്ന, വഹിയിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദൂതൻ, ആ ദൂതൻ ആ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു. യുമിനു ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കുക മാത്രമല്ല ചെയ്യുന്നത്, വകലിമാതിഹി, ആ അല്ലാഹു ലോകത്തിന് നൽകിയിട്ടുള്ള സന്ദേശമുണ്ടല്ലോ, ആ സന്ദേശം അല്ലാഹുവിൻ്റെതാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ആ വിശ്വാസം ദൃഢമായതുകൊണ്ട് ആ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ജീവിക്കുന്നു. യുമിനു ബില്ലാഹി വകലിമാതിഹി, അല്ലാഹുവിന്റെ സന്ദേശം ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുവാൻ ബാധ്യസ്ഥനായ പ്രവാചകന്റെ ഏറ്റവും വലിയ സവിശേഷത, പടച്ചവൻ നൽകിയ ആ സന്ദേശത്തിനനുസൃതമായി അദ്ദേഹം ജീവിക്കുന്നു. ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന സന്ദേശത്തിന് കർമ്മജീവിതം കൊണ്ട് സാക്ഷ്യം വഹിക്കാതെ ആ സന്ദേശത്തിന്റെ സമർപ്പണം ശരിയാവുകയില്ല, ആ സന്ദേശത്തിന്റെ പ്രബോധനം ശരിയാവുകയില്ല, അർഹതയില്ല. ദൂതനോട്, റസൂലുള്ളാഹിനോട് അല്ലാഹു പറയാ, അതിൽ വിശ്വസിക്കുക, അല്ലാഹുവിൽ, ആ അല്ലാഹുവിന്റെ കലിമാത്തിൽ വിശ്വസിക്കുന്നു. ആ സന്ദേശം പടച്ചവന്റേതാണ്, അതുകൊണ്ട് തന്നെ ഞാനതിന് സാക്ഷിയാണ്, ഞാനതിനു വേണ്ടി എന്റെ ജീവിതം സമർപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മളോട് പറയുന്നു, വത്തബിഊഹു, ആ ദൂതനെ നിങ്ങൾ പിൻപറ്റുകയും, ആ ദീനിൽ, ആ ദൂതനിൽ വിശ്വസിക്കുകയും, ആ ദൂതനെ അംഗീകരിക്കുകയും. പോരാ, ദൂതൻ ഞങ്ങളുടെ റസൂലാണെന്ന് പറഞ്ഞാൽ പോരാ, 1000 സ്വലാത്തുകൾ അങ്ങോട്ട് അയച്ചാൽ പോരാ, മഹബത്ത് കോരിച്ചെരിഞ്ഞാൽ പോരാ. വത്തബിഊഹു, ആ ദൂതനെ കർമ്മജീവിതം കൊണ്ട് നിങ്ങൾ പിൻപറ്റൂ. എന്തിനാണെന്നോ, ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾക്ക് സന്മാർഗികളായി തീരാൻ, നിങ്ങൾ നല്ലവരായി തീരാൻ, നിങ്ങൾ മാർഗദർശനം സിദ്ധിച്ചവരായി തീരാൻ. നമുക്ക് അല്ലാഹു നൽകുന്ന പ്രവാചകനെ മുമ്പിൽ വെച്ചുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാമും, പിന്നീട് അല്ലാഹു നേരിട്ടും, പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് നൽകിയ സന്ദേശമാണ് സൂറത്തുൽ അറാഫിലെ സന്ദേശം. എന്നിട്ട് അവസാനം പറഞ്ഞു, വമിൻ ഖൗമി മൂസ ഉമ്മത്തുൻ യഹ്ദൂന ബിൽ ഹഖ് വബിഹി യഅ്ദിലൂൻ. മൂസ അലൈഹിസ്സലാമിന്റെ ജനതയിലും സത്യസന്ധമായി സന്മാർഗത്തിലൂടെ പോവുകയും സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ നീതി സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമുണ്ട്, ഒരു ഉമ്മത്തുണ്ട്. അവിടെ തന്നെയാണ് മുഹമ്മദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹവുമുള്ളത്. ഒരു വിഭാഗം, ബാക്കിയുള്ളതൊക്കെ പ്രവാചകന് മഹബത്ത് കോരിച്ചെരിയുക എന്നതിൽ കവിഞ്ഞ്, അതേപോലെ തന്നെ അട്ടഹസിച്ചുകൊണ്ട് ജനങ്ങൾക്ക് പ്രവാചകനോട് പോലും വെറുപ്പ് തോന്നുന്ന വിധത്തിൽ ഒച്ചയുണ്ടാക്കുക എന്നതിൽ കവിഞ്ഞ ഒരു ഉമ്മത്ത് ഇവിടെ കാണാൻ കഴിയില്ല. ആ പ്രവാചകനെ പിൻപറ്റി ജീവിക്കുന്ന ഒരു ഉമ്മത്ത് മൂസാ അലൈഹിസ്സലാമിന്റെ ജനതയിലുണ്ട് എന്നതുപോലെ മുഹമ്മദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതയിലുമുണ്ട് ഒരു ഉമ്മത്ത്. ബാക്കിയുള്ളതൊക്കെ ശബ്ദകോലാഹലങ്ങളിലൂടെ, സ്നേഹം കോരിച്ചെറിഞ്ഞുകൊണ്ട്, ശബ്ദങ്ങളിലൂടെ മാത്രം പ്രവാചകന് സ്വലാത്ത് ചൊരിഞ്ഞുകൊണ്ട്, കർമ്മജീവിതം സൂര്യൻ കിഴക്കാണെങ്കിൽ പടിഞ്ഞാറിന്റെ ദൂരം പോലെ, പടിഞ്ഞാറാണെങ്കിൽ കിഴക്കിന്റെ ദൂരം പോലെ അകലമാണ് ആ പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് ആ പ്രവാചകന്റെ അനുയായികൾ. അല്ലാഹു നമ്മെ കർമ്മജീവിതം കൊണ്ട് പ്രവാചകനെ പിൻപറ്റുന്നവരാക്കി പരിവർത്തിച്ചെടുക്കുമാറാകട്ടെ. വാഹിറു ദുആ.